തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ്. മക്കളുടെ ബർത്ത്ഡേ എന്നല്ല, നമുക്ക് പ്രിയപ്പെട്ട ആരുടെയും ബർത്ത്ഡേ വരുമ്പോൾ അത് നമുക്കൊരു സ്പെഷ്യൽ തന്നെയാണ് അല്ലേ. അവർക്ക് നമുക്ക് കഴിയുന്ന ഒരു എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുത്ത് അന്നത്തെ ദിവസം ഒന്ന് ചെറുതായിട്ട് അടിപൊളിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നീനൂട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓളെ ലീവായിട്ട് ഇന്നലെ വന്നിട്ടുണ്ട്, ലീവ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഓളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു 27-ാം തീയതി ഇവിടെ എത്തിയിരിക്കണം. ബർത്ത്ഡേ നമുക്ക് എങ്ങനെയെങ്കിലും ചെറുതായ രീതിയിലെങ്കിലും ഒന്ന് സ്പെഷ്യലാക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളെത്തിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മളെ നല്ല കാബോളി കടല തലേന്ന് രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ അവിടെയൊക്കെ ഇങ്ങനത്തെ എന്താ പറയുക, ഈ ഒരു പയറുവർഗ്ഗങ്ങൾ സംഭവങ്ങൾ കടല വർഗ്ഗങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാട്ടോ നീനുവിന്. അപ്പോൾ ഞാൻ വേഗം കുറച്ച് കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഐറൂസ് ഉണ്ടല്ലോ ഇവിടെ, ഓനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള വെള്ളക്കടല, ചെറുപയർ, മമ്പയർ ഒക്കെ ഐറൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ടത് നന്നായിട്ട് ഇതാ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തുത്തു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ ഇന്ന് പോവുകയാണ് കേട്ടോ. ഒരു മാസത്തിൻ്റെ അടുത്തായി ഏപ്രിൽ ഒരു 2-ാം തീയതി ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് 27-ാം തീയതിയാണ്. എന്നോൾ തിരിച്ച് പോവുകയാണ് കോഴിക്കോടേക്ക്. അപ്പം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾ എനിക്ക് വിളിച്ചതായിരുന്നു കേട്ടോ പാക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ച് പിന്നെ ഫോണ് കട്ട് ചെയ്തു. പിന്നെ ഞാനിതാ നീനുട്ടിൻ്റെ ഒക്കെ അലക്കാനുള്ളതൊക്കെ കൊണ്ടുപോയിട്ടു. എല്ലാവരും ഓള് പോണൊരു സങ്കടത്തിലൊക്കെയാണ് കേട്ടോ. അപ്പം എത്രയായാലും കുറേ ദിവസം നിന്ന് പോകുമ്പോൾ കുറേ ദിവസം നിൽക്കേണ്ട, ഒരു 2 ദിവസം നിന്ന് പോകുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണ് അല്ലേ. അപ്പോൾ ഉമ്മാക്കും മോക്കൊക്കെ ഒരു മന്ദപ്പിലൊക്കെയാണ്. ഞാനേതായാലും എൻ്റെ പണികളൊക്കെ തീർക്കാൻ കേട്ടോ. നമുക്ക് ഇന്നേ ഒരു ദിവസമേ ഉള്ളൂ നീനുവിൻ്റെ ബർത്ത്ഡേക്ക്. അവൾ നാളെ പോകുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നാക്കിയത്. ഇപ്പോൾ എനിക്ക് തൊത്ത് പോണതിന് മുന്നേ മഞ്ചേരിക്കൊന്നും പോകാനും പറ്റിയില്ല. ഒക്കെ കൂടെ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. എന്തായാലും ഞാൻ കടല വെന്ത് കഴിഞ്ഞപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ ദോശയ്ക്ക് മാവ് അരച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെ എന്താ പറയുക, കറി റെഡിയായാൽ പിന്നെ വേഗം മക്കൾക്ക് ഫുഡ് കൊടുക്കാമല്ലോ. അപ്പോഴേക്കും ഇത് ഐറൂസ് എഴുന്നേറ്റ് വന്ന് ഇതുമ്മും എഴുന്നേറ്റിട്ട് രണ്ടാളും ഇവിടെ ഭയങ്കര സ്നേഹത്തിൽ കളിക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് അത് അടിയാവുക, ബോംബ് പൊട്ടുക, തോക്കെടുക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ രണ്ടാളും നല്ലൊരു ഐക്യത്തിൽ സ്നേഹത്തിൽ അവിടെ കിടക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നു. അപ്പോൾ വെള്ളം വേണോ പാൽ വേണോ എന്നൊക്കെ ചോദിച്ചു. മോള് നിൽക്കാൻ വേണ്ടി വന്നതല്ല കേട്ടോ. ഓള് യാദൃശ്ചികമായിട്ട് പിന്നെ മോളിൻ്റെ ഹസ്ബൻഡിന് വയനാട് വരെ പോകാനുള്ളതുകൊണ്ട് വന്നതേന്ന്. ഓള് ഇന്നലെ ഇവിടെ നിൽക്കുന്നുള്ളത് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് കുട്ടീൻ്റെ പാൽപ്പൊടി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഓന് പാൽ കൊടുക്കാൻ വയ്യ. അപ്പോൾ ഞാൻ ഇന്നലെ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതാ നമ്മുടെ കടലക്കറി സെറ്റായിട്ടുണ്ട്. എന്തായാലും ചായ കുടിച്ചിട്ട് ഐറൂസ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവനെ ധൈര്യമായിട്ട് വിട്ടത്. ഓനവിടെ മൂപ്പരയുടെ മുറ്റത്ത് എന്തോ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഐറു അങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് നോക്കിക്കോളല്ലോ എന്ന് കരുതി ഞാൻ പിന്നെ എൻ്റെ പണികളിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ അതാ നമ്മുടെ ദോശമാവ് നല്ല അടിപൊളിയായിട്ട് ദോശയൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മാവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ നല്ല രീതിയിൽ ഒന്നുകൂടി ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ചിട്ട് ലേശം വെള്ളം പാർന്ന് കണ്ടു. കാരണം അത്രയും കുറുന്നനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിക്കൊക്കെ പറ്റിയൊരു മാവേനു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അത് ലേശം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നീട്ടാണ് ചെയ്തത്. ഇഡ്ഡലിനെങ്ങാണ് ഇവിടെ ഇഷ്ടം മക്കൾക്ക് ദോശയാണ്. എന്തായാലും അത് നന്നായിട്ട് പിന്നെ ഉപ്പുതൊക്കെ ഇട്ട് ഇളക്കി ശരിയാക്കിയിട്ട് വേഗം ദോശ ചൂടാണ്. കറി റെഡി ആയതുകൊണ്ട് ഇനി ഓരോരുത്തർ വരിയായിട്ട് ഇങ്ങനെ വന്നാൽ മതി. നമുക്ക് അപ്പം ഇങ്ങനെ ചുട്ടിങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതുമ്മോ മദ്രസ ഇട്ട് വന്നിട്ട് കുറേ നേരമായിട്ടോ അപ്പം ആയില്ലേ എന്ന് ചോദിച്ച് നടക്കണ്. പക്ഷെ ആദ്യത്തെ അപ്പം ആർക്കായിരിക്കാരും എൻ്റെ ഐറൂസിനെ കയറി ദോശ ചുണ്ട കണ്ടത് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവൻ്റെ കുഞ്ഞിക്കൈയൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇടയ്ക്ക്. ഓൻ വന്ന് എൻ്റെ ചുരിദാർമ്മ പിടിച്ച് ഇങ്ങനെ തൂങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനുള്ളതാണ് ആദ്യം കൊടുത്തത്. അപ്പോൾ ഇതുമൂന്നായാലും ഓനായാലൊക്കെ ദോശയിൽ നെയ്യ് ഒഴിക്കുന്ന ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ആദ്യത്തെ അപ്പം ഐറൂസിന് കൊടുത്തു. ഓന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഒരപ്പം ചുട്ടേണ്ട ഇതുമൂനോട് പറഞ്ഞു അത് ഓന് കൊണ്ടുപോയി കൊടുക്കാൻ, അടുത്തത് എനിക്ക് തരാറുണ്ട്. അപ്പം പിന്നെ പെട്ടെന്നാവണതുകൊണ്ട് ഓള് വല്ലാതെ അങ്ങോട്ട് തർക്കിക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ ഇതുമ്പോൾ വേറൊരു പ്ലേറ്റ് അവിടെ കൊണ്ടേ വെച്ചിട്ടുണ്ട്. പിന്നെ ഐറൂന് കടല കഴുകി കൊടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഐറൂസ് ഉള്ള ദിവസം കടല എന്താ പറയുക വേവിക്കുമ്പോൾ മുളക് പൊടി ഇടാറില്ല. അന്ന് എനിക്കത് മറന്നുപോയി ഞാൻ. അപ്പോൾ മുളക് പൊടി ഇട്ടിട്ടാണ് വെച്ചത്. അപ്പോൾ ഐറൂനുള്ളത് എന്തായാലും കഴുകിയിട്ടാണ് കേട്ടോ കൊടുത്തത്. പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ പാലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മോളും എഴുന്നേറ്റ് വന്നു, നീനുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓലൊക്കെ എഴുന്നേറ്റ് വരട്ടെ. എന്നിട്ട്
വന്നിട്ട് ചായ ഉണ്ടാക്കാതെ ഇത് ഒറ്റ ട്രിപ്പിനെ അങ്ങോട്ട് ചായ ഉണ്ടാക്കിയാൽ മതിയല്ലോ, കുറേ പ്രാവശ്യങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കാത്തിക്കുന്നു. മോള് വന്നു, അതാ വെള്ളമൊക്കെ കുടിക്കണുണ്ട്. ഞാൻ അതാ പാലൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും കൂടിയുള്ള ചായ ഉണ്ടാക്കുകയാണ്. നമ്മളെ മറ്റേ ഇതിൽ പാക്ക് പാൽ കഴിഞ്ഞിട്ടുണ്ട്, പെട്ടിപ്പാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗുഡ് ലൈഫിൻ്റെ. അതുതന്നെയാണ് ഇവിടെ പാൽ എല്ലാവർക്കും. അതിൻ്റെ ആ ഒരു ഗുഡ് ലൈഫിൻ്റെ പാലുകൊണ്ട് ചായ ഉണ്ടാക്കിയാലേ ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് പറ്റുള്ളൂ കേട്ടോ, കാരണം അതിനൊരു കട്ടി കൂടുതലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അതില്ലാഞ്ഞിട്ടാണ് മോള് ചോദിക്കേണ്ടത്, പാലില്ല അമ്മച്ചി എന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കടയ്ക്ക് പോയില്ല, പോകുമ്പോൾ ഒന്നേരം ഒരു 6 7 അങ്ങനെ എടുത്ത് പോരലാണ്. അപ്പോൾ ഞാൻ എന്തായാലും ചായക്ക് വെള്ളം വെച്ചു. അപ്പോൾ ഇതും വന്നിട്ട് ഓളും ചോദിക്കുന്നുണ്ട്, എനിക്ക് ചായ വെച്ചിക്കണോ, എനിക്കും വേണം കേട്ടോ ചായ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കും തരാം, കാരണം ഓളിങ്ങനെ എല്ലാവരും ഉണ്ടാകുമ്പോൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വാങ്ങി കൊടുക്കട്ടെ. ഞാൻ എൻ്റെ ആ ഒരു ചായ കൂടി ഇതുമൂന്ന് കിട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഓൽക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് ചോദിച്ചാൽ കിട്ടുമല്ലോ. പിന്നെ അതാ ഞാനിവിടെ ചിക്കനാണ് ചിക്കനല്ല ലിവറാണ് കേട്ടോ, ചിക്കൻ്റെ ലിവറാണ്. അപ്പോൾ ഇമ്മ വന്നില്ലേന്ന് മഞ്ചേരിയിൽ നിന്ന് വന്നപ്പം ഇമ്മി തുത്തും കൂടി നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ, ഞാൻ അതെടുത്ത് ചൂടാക്കിയിട്ടോ. ലിവറൊക്കെ എനിക്കും ഇഷ്ടമാണ്, ഇതും നീനുനും മോളൂനൊക്കെ ഇഷ്ടമാണ്. ലിവർ മാത്രമാണ് കേട്ടോ, ആ ഒരു അണ്ടി ഇല്ല ചിക്കൻ്റെ. പിന്നെ അത് രണ്ടും കൂടി മിക്സ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് പറ്റൂല കേട്ടോ, ആ ഒരു അണ്ടിയും ലിവറും കൂടി ആകുമ്പോൾ. ഇതിപ്പോൾ ലിവർ മാത്രമാണ്, അപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാനത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഒരുമിച്ച് ചായ കുടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചായ അവിടെ ആയപ്പോഴേക്കും നമ്മൾ ദോശയും ചുട്ടു, ലിവറൊക്കെ ചൂടാക്കി, പിന്നെ കടലക്കറിയും കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കണം. അപ്പോൾ മോളൂനാണെങ്കിൽ ചായ മാത്രം മതി. പിന്നെ മോള് 2 ബദാമും കയ്യിലെടുത്ത് പോയിട്ടുണ്ട് കേട്ടോ, അവൾക്ക് അപ്പം വേണ്ടെന്ന്. ഞാൻ നീനുട്ടിക്ക് വാരി കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നതാണ്. അപ്പം മൂപ്പര് എൻ്റെ ഹസ്ബൻഡ് പിന്നെ അവിടെ ബെഡ് ഒക്കെ ഒന്ന് പതുപ്പും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഇന്നലെ ഒക്കെ കൂടി AC ആ ഒരു റൂമിൽ മാത്രമേ ഉള്ളൂ AC. ഇപ്പോഴത്തെ ചൂടുകൊണ്ട് AC-ൻ്റെ തണുപ്പ് കാണുമ്പോൾ എല്ലാവരും ആ റൂമിലായിട്ടൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഒക്കെ ഇങ്ങോട്ട് അട്ടിക്കിട്ട് കിടന്നൊക്കെയായിരുന്നു. ഐറൂസിന് അരൂക്കട് കിടത്തി, പിന്നെ മോള് കടന്നു, അതിൻ്റെ അടുത്ത് ഇതുമ്മ കടന്നു, അതിൻ്റെ അടുത്ത് ഞാൻ, അതിൻ്റെ അടുത്ത് നീനുട്ടി. അങ്ങനെ കട്ടുമ്മൽ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് അത്യാവശ്യം വീതിയുള്ള 6 അടി കട്ടിലാണ്. അപ്പോൾ അങ്ങനെ കടന്നു. അങ്ങനെ നിലത്ത് മൂപ്പര് നല്ല ഞാൻ ഒരു ബ്ലാങ്കറ്റൊക്കെ വിരിച്ചു കൊടുത്തു, മൂപ്പര് അവിടെയും കിടന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടി കിടന്നൊക്കെയായിരുന്നു. അതപ്പോൾ ലാസ്റ്റ് നീനും എഴുന്നേറ്റ് വന്നത്, അതുകൊണ്ട് ഓൾ അതൊന്നും മടക്കി വെച്ചില്ല. അപ്പോൾ മൂപ്പര് അതൊക്കെ മടക്കി ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളിതാ ചായയൊക്കെ അപ്പോൾ ഞാൻ നീനുട്ടിക്ക് ഇങ്ങനെ വാരി കൊടുക്കണം. അപ്പോൾ ഞാൻ മോളൂനോട് പറഞ്ഞ് ഒരു ഉരുള തിന്നിട്ടില്ലെങ്കിൽ ഞാൻ മുണ്ടൂലായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ വന്നിട്ട് ഒരു ഉരുളൊക്കെ വാങ്ങി പോയിട്ടോ. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ എന്താണ് വീഡിയോ എഴുതുന്നത്, ശരിക്കും നീനുട്ടീൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ അല്ലേ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ അതിനുള്ള ഡ്രസ്സാണ് ഡോഗ് ഞാൻ ബർത്ത്ഡേക്ക് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്. ഇന്നലെ രാത്രി നീനു കുറേ വന്ന് ഓളൊക്കെ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഓളൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞാൻ മുകളിൽ കയറിയിട്ടൊരു 1 മണി 1:30 വരെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണത്. എനിക്ക് ഈ ചൂടുകൊണ്ട് അതിന് മുന്നേ ഓള് വരുന്നതിന് മുന്നേ സ്റ്റിച്ച് ചെയ്ത് വെക്കണം വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് സെറ്റായത്. പിന്നെ അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി ഓക്ക് ഗിഫ്റ്റാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ മടക്കി വെച്ചു. പിന്നെ ഇത് മിന്ത്രയിൽ നിന്ന് വാങ്ങിയ ജീൻസാണ്. അപ്പോൾ ഓക്ക് ജീൻസ് ഇപ്പോൾ ഒരു ബ്ലാക്കും ഒരു വൈറ്റും പിന്നെ എന്താ പറയുക ഒരു ബ്ലൂ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് ഇപ്പോൾ പറ്റ കേടെന്ന് പറഞ്ഞാൽ നരച്ചിട്ടുണ്ട്, നല്ല നരച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്ക് ഇടാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ഓക്കൊരു ജീൻസ് വേണമെന്ന് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജീൻസ് വാങ്ങിയ ഒരു ഗ്രേ കളറ്, ഈ കളർ ഓക്കില്ല കേട്ടോ. അപ്പോൾ മിന്ത്രയിൽ നല്ല ഓഫറും ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് നല്ല സോഫ്റ്റ് ക്ലോത്തൊക്കെ ആയിട്ടുള്ള ഒരു പിന്നെ ജീൻസാണ്. അപ്പോൾ അത് വാങ്ങി ഈ ടോപ്പൊക്കെ വെച്ചിട്ട് മിന്ത്രൻ്റെ കവറിൽ തന്നെ സെറ്റാക്കി ഓക്ക് ശരിയാക്കി കൊടുക്കുക കേട്ടോ. പാക്ക് ചെയ്ത് മുകളിൽ പാക്ക് ചെയ്യാണ്. അപ്പോൾ ചൂടായതുകൊണ്ട് ഉള്ള എന്തായാലും മോൾക്ക് വരില്ല. പിന്നെ ഈ ബാഗ് തുത്തൂൻ്റെ ആകെയാണ് കേട്ടോ. ബാഗ് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ഇതൊരു സ്പ്രേ ആണ്, മറ്റേത് ലിപ്സ്റ്റിക്കാണ്. 2 ലിപ്സ്റ്റിക്കും ഉണ്ട്, 2 സ്പ്രേയും ഉണ്ട് കേട്ടോ ഓക്ക് ഇഷ്ടമുള്ള. പിന്നെ ഓളെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ടേക്കാനുള്ള ഒരു ബാഗുമാണ്. അപ്പോൾ ഓക്ക് ഒരുപാട് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊണ്ട് നടക്കാമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ തുത്തൂൻ്റെ വകയുള്ളത്. അപ്പോൾ ഏതായാലും ഇത് 2 നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം. സർപ്രൈസ് ആണ് കേട്ടോ, ഓക്ക് പെട്ടെന്ന് ഞാൻ കൊടുത്തതാണ്. ഒന്ന് ഇങ്ങോട്ട് നോക്കി എക്സ്പ്രഷൻ അത് നീ തുത്തൂല നല്ല ഷെയ്ഡാണ് ഈ പറയണ്ടേ. 2 ഉണ്ട്. പിന്നെ ഒരു സ്പ്രേ അതും 2 ഉണ്ട്.
പിന്നെ അത് മറ്റേതിനാണ് ചെറിയത് നോക്കിക്കാണ്ട് വാങ്ങിയതാണ്. അത് അപ്പോൾ ഇതാണ് തുത്തുവിൻ്റെ 2 സ്പ്രേ ഉണ്ട് ഇതിൽ കണ്ടോ, 2 സ്പ്രേ ഉണ്ട്. പിന്നെ ആ ലിപ്സ്റ്റിക്കിൻ്റെ ഇതിൽ 2 ലിപ്സ്റ്റിക്കും ഉണ്ട്. പിന്നെ സ്പ്രേ ഉള്ളൊക്കെ അടിച്ച് നോക്കി മണത്തൊക്കെ നോക്കുകയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് സ്പ്രേ, അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതുവരെ എൻ്റെ ഡ്രസ്സുകൾ നോക്കിയിട്ടില്ല. അവൾ ഇതൊക്കെ ഒന്ന് മണത്ത് നോക്കി അടിച്ച് നോക്കി മണത്ത് നോക്കലും ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നോക്കലൊക്കെയാണ് തകൃതിയായിട്ട് നടക്കുന്നത്. ഡ്രസ്സ് ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് എന്തായാലും തുത്തുവിൻ്റെ ഗിഫ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇനി നമ്മൾ ഗിഫ്റ്റ് ഒന്ന് നോക്കാം. എനിക്കും വെച്ചടിച്ചെന്ന് അതേമാതിരി കളറല്ല രസമുണ്ട്. ഞാൻ വീഡിയോ ഓഫ് ആക്കി ഒന്നും കൂടി ഇല്ല. അങ്ങനത്തെ ഓള് വേഗം ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട്, കാരണം നമുക്ക് വേഗം പോകണമല്ലോ. നമുക്ക് ഇപ്പോഴെങ്കിലും ഉച്ചക്കെങ്കിലും ഇറങ്ങിയാലല്ലേ ഒന്ന് കറങ്ങി തിരിഞ്ഞ് പോരാൻ പറ്റുള്ളൂ. എന്തൊക്കെയോ പ്ലാനുകളൊക്കെ ഉണ്ട്. ഏതായാലും നമുക്കത് വയ്ക്കുക പറയാമല്ലോ. അപ്പോൾ ഇതാണ് ജീൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് ഫിറ്റിങ്ങും. പിന്നെ നമുക്ക് ഭയങ്കര വലിപ്പം ഉണ്ടാവണം, ഇതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവളുടെ പാകത്തിലുള്ള വലിപ്പ്. പിന്നെ ടോപ്പും കറക്റ്റാണ്. ഈ ടോപ്പ് എന്താ വെച്ചാൽ കുറച്ചൊരു ടൈറ്റ് ആക്കണം, ഷേപ്പ് ആക്കണം. പക്ഷേ ഷേപ്പ് ആക്കി കഴിഞ്ഞാൽ അവൾ ഇടൂല. അത് അങ്ങനെ ഒരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ ഷേപ്പ് ആക്കാനൊന്നും നിന്നില്ല, കുറച്ച് ലൂസാക്കി ഇട്ട്. അപ്പം എല്ലാം ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ആ ഡ്രസ്സിൻ്റെ കളറും ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തു. പാൻറ്റ് അങ്ങനെ വാങ്ങിയിട്ടോ. പിന്നെ എനിക്ക് വെള്ള ഷാളും ഇട്ട് കൊടുക്കാമെന്ന് കരുതി. ഏതായാലും മോളും നീനൊക്കെ അവിടെ റെഡി ആയി. മോള് റെഡിയായി ഓൾറെഡി. പിന്നെ ഐറൂസ് അത് റെഡിയായി വണ്ടീൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ്. ഇതും ഇതാ മാറ്റിയിട്ടുണ്ട്. ഞാനാണിതാ ഇവിടെ അവിഞ്ഞ ലുക്കിൽ നിൽക്കുന്നത്. ഇവൽ എന്തിനാണ് ഈ കാറിൽ കയറി കുത്തിരിക്കണത് എനിക്ക് മനസ്സിലാണില്ല കേട്ടോ. പിന്നെ ഞാൻ ഏതായാലും ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയായി വന്ന് ഈ ഒരു പാത്രം ഉമ്മാൻ്റെതാണ് കേട്ടോ. അത് നീനുവിൻ്റെ അടുത്തായിരുന്നു. നീനുവിൻ്റെ പിന്നെ കോഴിക്കോടുക്ക് എന്തോ ഓള് പോയപ്പോൾ ഞാൻ അതിൽ ചോറെന്തോ കൊടുത്തയച്ചതായിരുന്നു. അപ്പോൾ അത് ഉമ്മാക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് മഞ്ചേരിക്കാണ് ഞങ്ങൾ പോണത്. അപ്പം അത് കൊടുക്കാമെന്ന് കരുതിയിട്ട് അത് കാറിൽ വെച്ചു. പിന്നെ അത് ഐറൂസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. മുന്നത്തെ സീറ്റിൽ ഞങ്ങൾ രണ്ടാളല്ലേ ഇരിക്കുക. അപ്പോൾ ഓന് ഇന്നെ മഞ്ഞേ വാ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഏതായാലും ഒന്ന് സിനിമക്ക് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങണം, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളാണ്. അപ്പോൾ ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നേരെ ആദ്യം അങ്ങാടി പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഇവിടുന്ന് അരീക്കോട് തന്നെ കുറച്ച് സാധനം വാങ്ങാനുണ്ട് കേട്ടോ. അത് വാങ്ങിയിട്ട് വേണം മഞ്ചേരിക്ക് പോവാനായിട്ട്. ഓൺ ഓർമ്മ ഉണ്ടാവും, നല്ല ഓർമ്മ ഉണ്ടാവില്ല. നമ്മള് അത് ഒരു ഇതിട്ടുണ്ടെങ്കിൽ ഒന്ന് പോന്ന് ക്യാമറ പോണോണ്ട് പോന്നതാണ്ടാ. അങ്ങനെ ഞങ്ങളുടെ ഭയങ്കര ഒച്ചയും ബഹളും കാളിയും ചീറിയൊക്കെ ആയിട്ട് ഇറങ്ങി. ഇപ്പോൾ അരീക്കോട് തന്നെ ഞങ്ങളിത് അവിടെ അരീക്കോട് റേസിൻ്റെ അടുത്തായിട്ട് താഴെ ഒരു പുതിയൊരു ഷോപ്പ് തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് ഇതൊക്കെ അറിയണത് കേട്ടോ. അല്ല നമ്മൾ നാട്ടിൽ നിന്ന് അറിയണതല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കാണുമ്പോൾ അരീക്കോട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇവിടെ ആ ഒരു പരസ്യം കണ്ടപ്പോഴേ എനിക്ക് ഇവിടെ വന്ന് നോക്കണം എന്ന്, കാരണം നല്ല ബാഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വന്ന് നോക്കണം എന്നുള്ള ഒരു ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇങ്ങോട്ട് വന്ന എന്തിനാ വെച്ചാൽ മോളൂൻ്റെ വക ഗിഫ്റ്റ് വാങ്ങാനാണ് കേട്ടോ. അത് നീനൂട്ടിക്ക് അറിയില്ല, ഓളോട് പറഞ്ഞിട്ടില്ല. കാരണം ഓൾക്ക് ഒരു ബാഗ് വാങ്ങാവാ, നമ്മൾ ഓളെ ബാഗ് പറ്റി കേടന്നിട്ടുണ്ട്. അപ്പോൾ ബാഗ് വാങ്ങാമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. പക്ഷേ മോളൂൻ്റെ വകയാണ് ഗിഫ്റ്റ് നോക്കാൻ അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ സെലക്ട് ചെയ്യാണ്. നല്ല അടിപൊളി ബാഗുകളും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അതാണ് അത് നോക്കിക്കോ. എങ്ങനെയൊക്കാനും കുറവല്ലേ? ഇഷ്ടമായോ? ഇഷ്ടമായിനോ? നീ മോളോ എനിക്ക് ഇഷ്ടമായോ? പിങ്ക്
എല്ലാ കളറൊക്കെ ഇഷ്ടം. രണ്ട് നല്ല രസമുണ്ട്. ആ മഞ്ഞ കളറിലെ ബാഗും പിന്നെ അതേപോലെ പിങ്ക് കളറിലെ ബാഗും ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഇങ്ങനെ നിന്നുണ്ടായിരുന്നു. അവസാനം ആ പിങ്ക് കളറിലെ ബാഗ് ഉറപ്പിച്ചു കിട്ടും. മഞ്ഞയാണെങ്കിൽ മോളൂനും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ മഞ്ഞ മോളും എടുത്തു, പിങ്ക് നീനൂട്ടി എടുത്തു. അപ്പോഴാണ് നീനൂട്ടി അറിയണത് അത് മോളൂൻ്റെ വകയാണ് ഗിഫ്റ്റ് എന്നുള്ളത്. അപ്പോൾ നീനൂട്ടി പിന്നെ അത് ഭയങ്കര സർപ്രൈസ്, ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് കഴിഞ്ഞാണ് ഇതാ ഈ ഒരു സൈഡിലേക്ക് വന്നത്. പിന്നെ മേക്കപ്പ് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവം, സൺസ്ക്രീം, മോയ്സ്ചറൈസ് ക്രീം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങണത്. അത് പിന്നെ ഉമ്മാൻ്റെ വകയാണ് കേട്ടോ വാങ്ങിയത്. കാരണം ഇത് ഉമ്മാൻ്റെ വക ഒക്കെ പാദസരം വാങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ സെലക്ട് ചെയ്തു, പക്ഷേ ഈ കടയിലില്ലേ നല്ല ഓള് വിചാരിച്ച മോഡൽ പാദസരം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവസാനം ഉമ്മാൻ്റെ വക ഒക്കെ കുറച്ച് ക്രീമുകളൊക്കെ വാങ്ങി. ഇമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്ക് എന്താണോ ആവശ്യം ഓള് സ്ഥിരം ഉപയോഗിക്കുന്ന സാധനം എന്തായാലും വാങ്ങി കൊടുക്കേണ്ടി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്ക് എപ്പോഴും ഉപയോഗം വരുന്ന ക്രീമുകളൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ ബില്ലൊക്കെ അടിച്ചതാ. നേരെ അതിൻ്റെ അടുത്ത് തന്നെ കെയർ ബേക്കറി അരീകോട് കെയർ ബേക്കറിക്ക് തന്നെ പോയി. കാരണം അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ദാഹിച്ച് വീട്ടിൽ നിന്ന് അപ്പം ഇറങ്ങിയിട്ടുള്ളൂ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് അയച്ച് റെഡിയായി. പിന്നെ ഇവിടുന്ന് സാധനമൊക്കെ വാങ്ങാൻ തന്നെ ഏകദേശം ഒരു മണിക്കൂർ അടുത്തായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഐറൂസിന് പിന്നെ അത്ര നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം തന്നെ ഒരു പിന്നെ ഫ്രൂട്ടി വാങ്ങിയെടുത്ത് പോന്നിട്ടുണ്ട് ഓൻ. പക്ഷേ അത് കുടിച്ചിട്ടൊന്നുമില്ല, അതെടുത്ത് കളിക്കാണ് കേട്ടോ. വല്ല കുടിക്കണമൊന്നുമില്ല ഓനിപ്പോൾ നമ്മൾ എന്താണ് ഓർഡർ ചെയ്തത് അതേ കാരണം കുടിക്കാൻ താല്പര്യം. എന്തായാലും ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കഴിക്കാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല, ജ്യൂസ് മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ അപ്പം ഇറങ്ങിയല്ലോ ഒന്ന് എന്തായാലും എത്ര ആയാലും ചൂടുകൊണ്ട് നമുക്ക് വെള്ളത്തിന് ഭയങ്കര ആഗ്രഹമാണല്ലോ. അപ്പോൾ അത് നീനുവിനോട് ചോദിച്ചപ്പോൾ ചിക്കു ഷേക്ക് മതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും അത് തന്നെയായിട്ട് ഓർഡർ ചെയ്തു. അതങ്ങനെ കാത്തുനിന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ സാധനങ്ങൾ വാങ്ങിയ കാര്യങ്ങളൊക്കെ നീനു ഇങ്ങനെ സർപ്രൈസായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബാഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജ്യൂസ് ഇതാ മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട്. നല്ല ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ജ്യൂസ് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ചിക്കു ഷേക്കിൻ്റെ കൂടെ എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ എല്ലാവരും അതാ ഒരുമിച്ച് ഇരുന്ന് അങ്ങനെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം മഞ്ചേരിക്ക് പോകാനായിട്ട്. ചോക്ലേറ്റ് അങ്ങനെ ഇതാ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് അവിടെ ബില്ലൊക്കെ കൊടുത്തിട്ട് നേരെ വണ്ടിയിൽ കയറി. പിന്നെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഐറു ഉറങ്ങിയിട്ടോ. ഓന് നല്ല ഉറക്കം ഉണ്ടായിരുന്നു. ഓന് നല്ല കുളിപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉറങ്ങണ ഒരു ടൈമാണ് ഒരു 2 മണി 3 എന്നൊക്കെ പറയണേ. അങ്ങനെ ഉറങ്ങി ഞങ്ങൾ പപ്പക്കിന് ഇവിടെ മഞ്ചേരിയിൽ എത്തിയിട്ടോ. അപ്പോൾ നേരെ മഞ്ചേരിയിലെത്തി നേരെ വീട്ടിലേക്കല്ല നേരെ പോണത് ഞങ്ങൾ മലബാർ ഗോൾഡിലേക്കാണ്. അവിടുന്ന് ഒരു ചെറിയൊരു കുഞ്ഞ് മോതിരമൊക്കെ നീനുവിന് വാങ്ങിക്കൊടുക്കാം. നല്ല സ്വർണ്ണത്തുമേലും നമ്മളധികം കളിക്കൊന്നുമില്ല, പക്ഷേ അവളൊരു ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ആവണ്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴൊന്നും ഓക്ക് മനസ്സിലായില്ല കേട്ടോ. വരുമ്പോൾ മലബാർ ഗോൾഡിൻ്റെ മുന്നിൽ ഇറങ്ങിയിട്ടും ഓൾ എന്നോട് ചോദിക്കുക ഓക്ക് കാര്യമായിട്ട് മുടി വെട്ടണം എന്നുള്ള ഒറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്നാണോ മുടി വെട്ടുന്നത്, നമുക്ക് മലീക്കേക്ക് തന്നെ പോകാൻ പറ്റും, നമ്മൾ സ്ഥിരമായിട്ട് വെട്ടുന്ന സ്ഥലത്തേക്ക് തന്നെ പോവാം, അതൊക്കെയാണ് ഓൾ പറയണത് കേട്ടോ. ഇപ്പോൾ ഓൾ മലബാർ ഗോൾഡ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ അങ്ങോട്ട് പോകുന്നുള്ള ചിന്തിക്കണേ ഇല്ലല്ലോ. ഇപ്രാവശ്യം എന്താ അറിയില്ല അവളെ ബർത്ത്ഡേ ഇങ്ങനെ ആപ്പിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നോക്കൊരു പൊന്നിൻ്റെ എന്തെങ്കിലും വാങ്ങണം എന്ന് എന്താ അറിയില്ല, അങ്ങനെ ഒരു ആഗ്രഹം. അപ്പം ഞാൻ മൂപ്പരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മൂപ്പര് ഇങ്ങനെ നോക്കാം എന്നും പറഞ്ഞിട്ടോ. ഓക്കാണെങ്കിൽ മോതിരമൊക്കെ സിമ്പിളായിട്ടുള്ള മോതിരമൊക്കെ ഇങ്ങനെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഹെവി ടൈപ്പ് ഒന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു മോതിരം വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. പറ്റില്ല, ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലേ ഞങ്ങൾ സർപ്രൈസ് വാങ്ങൂല.
അത് ലൂസായിട്ട് ഒരു ദിവസം എനിക്ക് പക്കാണ് മോതിരം വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോഴല്ലേ എൻ്റെ റബ്ബേ ഓളെ വിരൽ തീരെ വണ്ണല്ല കേട്ടോ. മോതിരം ഏത് ചെറിയ കുഞ്ഞു കുട്ടികളെ മോതിരം ഒക്കെ ലൂസാണ്. അങ്ങനെ എന്തായാലും നോക്കി കുറേ നേരം നോക്കി ഒരു ഓക്ക് ഇഷ്ടപ്പെട്ടതുമാണല്ലോ, അങ്ങനെ കുഞ്ഞൊരു മോതിരം വാങ്ങിയിട്ടുണ്ട്. സത്യം പറയാലോ, ഓക്ക് ജ്വല്ലറീൻ്റെ ഉള്ളിലേക്ക് കയറി ഓക്ക് പൊന്ന് വാങ്ങാനാണ്, അത് മോതിരം വാങ്ങാനാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഓള് മിണ്ടണേ ഉണ്ടായിരുന്നില്ല. ഓക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ കൂടെ വന്നോളൂ. തീരെ ഒരു ഇത്തിരി കൂടി പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു ചെറിയൊരു കുഞ്ഞു മോതിരമാണ്, അവളെ കുഞ്ഞ് വിരലായതുകൊണ്ട് കുഞ്ഞു മോതിരം മതി. അങ്ങനെ ഒരു നല്ലൊരു സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കര ഓക്കും ഞങ്ങൾക്കും എല്ലാം മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ നേരെ ഞങ്ങൾ മഞ്ചേരി കസവ് കേന്ദ്രൻ്റെ അടുത്ത് മല്ലികയ്ക്ക് ഓക്ക് മുടി വെട്ടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി പോണത്. അങ്ങോട്ടുള്ള ഓട്ടപ്പാച്ചിലാണിത്. അപ്പോൾ കുറേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ പറയുന്നുണ്ടായിരുന്നു മുടി വെട്ടാൻ പോകണം നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മളിവിടെ നിർത്തിയിടാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങൾക്ക് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. നീന് ബാക്കൊക്കെ വെട്ടുണ്ടോ? ഓളും മുന്നില് മറ്റേ എന്താണ് പറയാൻ ഇതുമോ കൊറിയൻ സ്റ്റൈലാക്കിയിട്ട് അത് തുത്തു ഫോട്ടോ വരെ അയച്ചു കൊടുത്തിട്ടുണ്ട്. കോലം ചെയ്യല് നോക്ക്. അവിടെ ഇജ്ജ് എത്ര എടുക്കണേ? അത് ഞാൻ തന്നെ വിട്ടി തരൂല്ലെന്നാ. എന്തായാലും ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. മൂപ്പര് അവിടെ അടുത്ത് തന്നെ പള്ളിയുണ്ട് കേട്ടോ, നിസ്കരിക്കാൻ വേണ്ടി പോയി. ഞങ്ങളിങ്ങനെ പിന്നെ മലിക്കേക്ക് എത്തിയിട്ടുണ്ട്. മക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മോളൂന് ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓള് ത്രെഡ് ചെയ്യാൻ വേണ്ടി കയറി. ഞങ്ങളുടെ അവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഐറൂസ് എന്തായാലും നല്ല ഉറക്കമായതുകൊണ്ട് ഓന് അങ്ങനെ ഓട്ടപ്പാച്ചിലെ കാര്യങ്ങളൊന്നും ഇവിടെ തകൃതിയായിട്ട് നടന്നിട്ടില്ല. അപ്പം ഇതും ഞങ്ങളെ മൂന്നാളും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മുന്നിൽ കൊറിയൻ സ്റ്റൈൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടൊരു കട്ടിങ്ങാണ് ഓൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോഡലാണ് ആ തപ്പണ കേട്ടോ. എന്നാൽ ഫോണിൽ മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾക്ക് അത് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതായത് ഈ മോഡൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വന്നുകാണ്ട് ചോദിച്ചു ഏത് മോഡലാണ് വെട്ടേണ്ടതെന്ന്. അങ്ങനെ എന്തായാലും ഉള്ള ഒരു വിധം പറഞ്ഞൊപ്പിച്ച് ഞാനുള്ളൊക്കെ പറഞ്ഞൊപ്പിച്ച് വെട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാമേ. എന്തോരോ പൂതികൾ ഗൈസ്. അങ്ങനെ ഏതായാലും ഇതാ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. മുന്നിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു ഭംഗി, ഏതായാലും മൊത്തത്തിലൊരു അനച്ചന്തൊക്കെ ഉണ്ട്. ഇനി ത്രെഡ് ചെയ്യാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ അനുവിനോടാണ് അവൾ സംസാരിച്ച് കൊടുക്കുന്നത്. നമുക്കിവിടെ ഭയങ്കര പരിചയമുള്ള ബ്യൂട്ടീഷ്യനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല ഇവിടെ വന്ന ഒരു സമാധാനമാണ് നമുക്ക് ചെയ്തു പോകുമ്പോൾ. എന്തായാലും അവളെ മുടിവെട്ടൽ കഴിഞ്ഞിട്ട് പിന്നെ ത്രെഡ് ചെയ്യാനും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ പാദസരം ഒന്നും കൂടി നോക്കണം. അപ്പോൾ നമ്മൾ കസവ് കേന്ദ്രൻ്റെ അടുത്തൊരു കസവ് കേന്ദ്രൻ്റെ ഫാൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി പാദസരം കൂടി നോക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ഈ ത്രെഡിങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാൻ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ത്രെഡൊക്കെ കഴിഞ്ഞ് മുടി കട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിർത്തി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. ഡ്രസ്സ് മൊത്തത്തിൽ കാണാമല്ലോ, അതേമാതിരി മുടി വെട്ടിയതൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മുടി അങ്ങനെ വെട്ടിയിട്ട് അങ്ങനെയല്ലല്ലോ ഇടല്ലേ, മുന്നേക്ക് ഇങ്ങനെ തൂക്കിയിടണ്ടേ, അപ്പോഴല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ. എന്തായാലും ഞങ്ങൾ പിന്നെ അവിടുന്ന് ഫാൻസൊക്കെ നോക്കിയപ്പോൾ അവിടുന്ന് പാദസരം കിട്ടിയില്ല കേട്ടോ. കിട്ടാത്തതുകൊണ്ട് പിന്നെ നേരെ വീട്ടിലേക്കാണ് ഈ പോണത്. മഞ്ചേരി നമ്മളെ വീട്ടിലേക്കാണ് പോണത് കേട്ടോ. മഞ്ചേരിത്തെ ഇനി 8 മണിക്കാണ് നമ്മൾ സിനിമക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളേതാണ് സിനിമ വെച്ചാൽ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ സിനിമക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ വന്നമ്മ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് തുത്തു പോകാൻ ഞാൻ ആദ്യം വീഡിയോൻ്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തുത്തു പോവുകയാണെന്ന്. അപ്പം ഓൾ പോവായതുകൊണ്ട് ഉമ്മ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി ബിരിയാണി വെക്കാൻ, അങ്ങനെ ഞങ്ങൾക്കും കൂടിയുള്ള ബിരിയാണി ഇമ്മ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ രാത്രിക്കത്തെ ഫുഡ് ഇവിടുന്നതാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഫിലിമിന് പോകാനായിട്ട്. അങ്ങനെ വന്ന പാടന്നെ അമ്മ മോതിരമൊക്കെ നോക്കുകയാണ് കേട്ടോ. മോതിരം വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഇമ്മക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ അതാ മോതിരമൊക്കെ എടുത്ത് നോക്കണം. അപ്പോൾ ഉമ്മാൻ്റെ മോതിരത്തിൻ്റെ വലിപ്പമാണോ അങ്ങനെയൊക്കെ നോക്കണം. പക്ഷെ ഉമ്മാൻ്റെ കയ്യിൻ്റെ അത്ര വണ്ണുമില്ല ഓളെ കൈ, അതുകൊണ്ട് അതിനേക്കാണ് ചെറുതമ്മാക്കും കൊള്ളുന്നില്ല ഓളെ മോതിരം കേട്ടോ. ഉമ്മ അങ്ങനെ ഇട്ട് നോക്കണ ചെയ്യണമൊക്കെ ഉണ്ട്. ഏതായാലും ഉമ്മക്ക് ഭയങ്കര സന്തോഷമായി. സ്വർണ്ണമൊക്കെ വാങ്ങിയപ്പോൾ കേട്ടോ.
എന്തായാലും ഞങ്ങൾ പിന്നെ വേഗം ബിരിയാണിയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. സത്യം പറഞ്ഞാൽ ബിരിയാണി തിന്നപ്പം വീഡിയോ എടുക്കാൻ അങ്ങോട്ട് മറന്നു, കാരണം കുറച്ച് വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഐറൂസിന് വാരി കൊടുക്കണം, നീനുട്ടിക്ക് വാരി കൊടുക്കണം, അതിൻ്റെ ഇടയിൽ ഐറു അപ്പിട്ടു, അങ്ങനത്തെ ഓരോ പരിപാടി ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നുള്ളത് ഓർമ്മന്ന്. അപ്പോൾ ഞാൻ കിച്ചണിൽ പോയിട്ട് ബിരിയാണീൻ്റെ പാത്രത്തിൻ്റെ അടിഭാഗം കാണിച്ചു തന്നതാണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായതും. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഐറൂസ് ഇതാ അവിടെ TV കാണാം കേട്ടോ. നീ ഇപ്പോൾ തന്നെ സമയം 7 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങിയാലേ നമുക്ക് 8:15 ഫിലിം ഫസ്റ്റ് മുതലേ കാണാൻ പറ്റുള്ളൂ, കാരണം നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അവിടെ എന്നോട് ഞങ്ങളങ്ങ് വിളിക്കിട്ട് പോവല്ലേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഐറൂനൊന്ന് മേലെ ഒന്ന് ജസ്റ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുത്തിട്ട് പോവാമെന്ന് പറഞ്ഞു. മോളിതാ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. നീനുട്ടിക്ക് ഞാൻ തന്നെയാണ് വാരി കൊടുത്തതൊക്കെ. അപ്പോൾ ഐറു മോറൊക്കെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബാത്റൂമിലേക്ക് പോകണം, കുളു വിളിച്ചാന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ തട്ട പിടിച്ച് വലിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തട്ട ഓനാണ് കൊടുത്തപ്പോൾ ഓന് ഇഷ്ടമായില്ല. ഓനതവിടെ ഇട്ടിട്ട് പിന്നെ എമ്മഞ്ഞേ എന്ന് പറഞ്ഞിട്ട് വാ കുളു വിളിച്ചാൻ പോവുക വാ എന്നുണ്ട്. ഓനാണ് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയണത്. അപ്പോൾ ഞാൻ പിടിച്ചൊലിച്ച് കൊണ്ടുപോകണം. എന്തായാലും ഞാൻ മെല്ലെ കൊണ്ടുപോയി ഒന്ന് ജസ്റ്റ് പാമ്പേഴ്സൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി കൊടുത്ത് മുഖമൊക്കെ ഒന്ന് കഴുകി ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഇമ്മാനോടും പറഞ്ഞിട്ട് ഞങ്ങൾ മോഹിനിയാട്ടത്തിനാണ് പോകുന്നത്. ഉമ്മയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഉമ്മയും തുത്തും നുജും ഒക്കെ അവിടെ നിന്ന് പോയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോവാണിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇനി ചിലപ്പോൾ ഇനിയിപ്പോൾ അവിടുന്ന് സിനിമയും കഴിഞ്ഞിട്ട് മടങ്ങി പോലെ ആയിരിക്കും. ഇനിയിപ്പോൾ അങ്ങോട്ട് വരലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഉമ്മയൊക്കെ തോർത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഉപ്പിൻ്റെ മുന്നിൽ ഇരിക്കണം. അപ്പോൾ ഉപ്പി പറഞ്ഞ് നല്ല ചിരിക്കാൻ പറ്റുന്ന പടമാണ്, നല്ല ഇരുന്ന് ചിരിക്കാം. മുടി എട്ടിയപ്പോൾ ഉള്ള വിചാരോള് മറ്റേ പോയി ആ ഓല് മുടി ശരിയാക്കിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. ഇമ്മ ഞങ്ങൾ ഇറങ്ങി ടാറ്റയൊക്കെ തന്ന് അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ആ വളവ് അങ്ങോട്ട് തിരിയണ വരെ ഇമ്മ അവിടെ നോക്കി നിൽക്കും. അപ്പോൾ എന്തായാലും അത് വളവ് തിരിഞ്ഞ് ഞങ്ങൾ പോകുകയാണ്, നേരെ തിയേറ്ററിലേക്കാണ് പോകുന്നത്. നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലത്തേക്ക് തന്നെ ഇന്ത്യൻ മാൾക്ക് തന്നെയാണ്, അവിടെ നിന്ന് തന്നെയാണ് കാണലുള്ളത്. ഏതെങ്കിലും നമുക്ക് കാണാൻ തോന്നുകയാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ മാളിൽ വന്ന് അവിടെ ഒരു പാർക്കിംഗ് ആയാലും ഒക്കെ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടെ വന്ന് തന്നെ അധികം സിനിമ കാണുകയാണെങ്കിൽ ഇവിടെ തന്നെയാണ് കാണാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ വണ്ടിയൊക്കെ നല്ല സേഫായിട്ട് കാർ പാർക്കിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. മക്കളൊക്കെ ഇറങ്ങി. ഐറൂസൊക്കെ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. സിനിമക്ക് പോകുക എന്ന് പറഞ്ഞ് നടത്തുന്നുണ്ട്. ഐറുട്ട അങ്ങനെ ഇതാ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി മുകളിലെത്തി. അപ്പോൾ വന്ന പാട് ടിക്കറ്റ് എടുക്കാൻ പോയതാണ്. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോള് കണ്ട സിനിമയാണിത്. അപ്പോൾ ഞങ്ങൾ 4 ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഊക്കും വരണമെന്ന് ഞാൻ പോരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓളും കൂടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഊക്കുള്ള ടിക്കറ്റ് എടുക്കണം. ഇനി നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ രാവിലെ ബുക്ക് ചെയ്തത് എനിക്കും പിന്നെ എൻ്റെ ഹസ്ബൻഡിനും നീനുട്ടിക്കും ഇതുമൂനുമാണ്. അപ്പോൾ മോളൂനോട് ചോദിച്ചപ്പോൾ ഞാൻ കണ്ട ഫിലിമാണ്. ഓളും ഹസ്ബൻഡും കൂടി പോയി കണ്ടതായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു പുതിയ അങ്ങനെ ഓള് ടിക്കറ്റ് എടുക്കുന്ന തിരക്കാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ട് പിന്നെ എല്ലാ പ്രാവശ്യത്തെ പോലെ ഇവിടെ ആ ഒരു സിനിമൻ്റെ ഫോട്ടോ ഇട്ടിച്ച് അവിടെ നിന്നുകാണ്ട് ഇതുപോലെ നിർത്തി വന്ന് 2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റാറ്റസ് സ്റ്റോറി ഇടണ്ടേ. അപ്പോൾ അങ്ങനെ എടുത്ത് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഫസ്റ്റ് കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ തിന്നാനുള്ളത് വാങ്ങണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഐറൂസ് പിന്നെ പണി തരും. അപ്പോൾ നമ്മളാണെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ മതി. പക്ഷേ ഐറൂസിനുള്ളത് നമ്മളെപ്പോഴും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിനിമ കഴിഞ്ഞ് ലാസ്റ്റ് തീരണ വരെ നമ്മളെ ഓനെങ്ങനെ എൻഗേജ്ഡ് ആക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓനെല്ലാം ആക്കും മക്കളെ. അപ്പോൾ അതുകൊണ്ട് ഓനുള്ളത് കുറച്ച് കൂടുതൽ വാങ്ങണ്ടേ. നമ്മൾ പ്രിങ്കിൾസിൽ പിന്നെ കോഫി പിന്നെ പ്രിങ്കിൾസ് എല്ലാവർക്കും ഓരോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് മറ്റേ ഇത് മതിയെന്നാണ് എന്താ പറയുക പോപ്കോൺ, അത് മതിയെന്നാണ്. അപ്പോൾ മൂപ്പർക്ക് അത് വാങ്ങിക്കൊടുത്തു. അതാകും കൊണ്ട് പോകുന്നുണ്ട്. ഞങ്ങളൊക്കെ ഓരോ ഈ പ്രിങ്കിൾസും വാങ്ങി. പിന്നെ മോളും മറ്റേ ജ്യൂസിൻ്റെ കോഫീൻ്റെ ഒരു ജ്യൂസ് ഉണ്ട്, അതാണ് വാങ്ങിയത്. ഐറൂസ് അതാ പ്രിങ്കിൾസും തിന്നിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോഫി ഇവിടുന്ന് കുടിച്ചിട്ട് കേട്ടോ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറാമെന്ന് കരുതി. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോഫി കുടിച്ചുകൊണ്ട് തിയേറ്ററിൽ കയറി ഇതുമൂലം കയ്യിൽ നിന്ന് അറിയാതെ കോഫി
അങ്ങോട്ട് വീണിട്ടുള്ള പാൻറ്റ് കൂടെ ചിന്തി ആകെ പൊള്ളി ഇടങ്ങേറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രഷർ കോഫി കുടിച്ചിട്ട് അങ്ങോട്ട് കയറാമെന്ന് കരുതി ഇവിടെ ഇരുന്ന് കുടിക്കുകയാണ്. 5ാമത്തെ നമ്പറിലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ അതിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു കേട്ടോ. പക്ഷേ അപ്പോൾ ഒന്നും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. 8:15 ഫിലിം. നമ്മൾ 8 മണിക്കാണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഐറൂസ് മൊത്തത്തിൽ ഇങ്ങനെ പാഞ്ഞ് നടക്കുകയായിരുന്നു. ഫിലിം അങ്ങോട്ട് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഐറൂസ് അങ്ങോട്ട് പേടിച്ചു കിട്ടോ. അതിൽ 1-2 സീൻ കണ്ടപ്പോൾ പേടിച്ച് കരഞ്ഞു. അപ്പോൾ ഓനും കൊണ്ട് മോള് പിന്നെ പുറത്തിറങ്ങേണ്ടി വന്നു. പിന്നെ ആകെ അലമ്പായിരുന്നു. അപ്പോൾ ഷിബിന് ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അത് മാത്രമല്ല എൻ്റെ ഫോണിൽ ചാർജും കുറവായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ അങ്ങ് എടുത്തപ്പോൾ ഓൾ മുടി കണ്ടിട്ടാണ് ഓൾ ഈ കരയണത്. ടോക്ക് മുടി വെട്ടിയത് അങ്ങോട്ട് സെറ്റ് ശരിക്കും പറ്റിയില്ല. അപ്പോൾ വീഡിയോ ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞോളൂ ഷാളോട് തുടച്ചത്. അപ്പോൾ ഉള്ള ക്ലിയറും അങ്ങോട്ട് പോയി. എന്തായാലും പിന്നെ ഫിലിം കഴിഞ്ഞതിന് ശേഷമാണ് ഇതാ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. പോവുകയാണ് ഇടമണിക്ക് പോവുകയാണ്. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്. സമയം 10:30, 10:45, 11 ആയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ ചെറിയൊരു വേറെ പരിപാടിയുണ്ട്. ഇത്രയും ബർത്ത്ഡേ പരിപാടിയൊക്കെ ആകുമ്പോൾ കേക്ക് കട്ട് ചെയ്യാത്തത് നിങ്ങൾ വിചാരിക്കുന്നതാവില്ലേ. ഏതായാലും ഞങ്ങൾ വീട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോൾ മോളൂൻ്റെ ഹസ്ബൻഡും വന്നു. മോളൂനി കൊണ്ടുപോയിട്ടോ. പിന്നെ ഇവിടെ വന്നാൽ ഞങ്ങൾ ശരിക്കും മോതിരമൊക്കെ ഒന്ന് നോക്കിയുള്ള വിരലുമ്മലൊക്കെ ഇട്ട് നോക്കിയത്. അപ്പോൾ ഇത് ഇനി അന്ന് രാത്രി കറണ്ട് പോവാ വരിക കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല. അതെന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പിറ്റേ ദിവസം, അതായത് നമ്മൾ ഇപ്പോൾ മഞ്ചേരി പോയില്ല, അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇതട്ടത്. പിറ്റേന്ന് രാവിലെയുള്ള ഇതുമ്പോൾ മദ്രസ് ഇട്ടതിന് ശേഷം ഞാൻ വേഗം മോളോട് കേക്ക് കൊണ്ടുവരിപ്പിക്കുകയാണ് ചെയ്ത്. എവിടെ നിന്നാണ് എന്നായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ തന്നെ കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അരീക്കോട് കേക്ക് സ്റ്റുഡിയോക്ക് വിളിച്ചിട്ട് പിന്നെ എനിക്ക് നല്ല അടിപൊളി ഹാർട്ട് ഷേപ്പിലുള്ളൊരു കേക്ക് വേണമെന്നാണ്. പോലും എന്താ ഹാർട്ട് ഷേപ്പുള്ള കേക്ക് കിട്ടാൻ പാടാണ്. അങ്ങനെ എപ്പോഴും ഇവിടെ ഉണ്ടാക്കി വെക്കാറില്ല. അപ്പോൾ റൗണ്ടിലും സ്ക്വയറിലൊക്കെ ഉണ്ട്, ഹാർട്ട് ഷേപ്പിലില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ ഞാൻ മോഡലൊക്കെ അയച്ചു കൊടുത്ത പോലും പറഞ്ഞു 6 മണിയാകുമ്പോൾ വൈകുന്നേരം 6 മണിയാകുമ്പോഴേ കിട്ടുള്ളൂ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മളിവിടെ ഇല്ലല്ലോ, നമ്മൾ ഉച്ചക്ക് പോയതല്ലേ. അപ്പോൾ ഞാൻ പിന്നെ നമ്മളെ അത്ര അടുപ്പുള്ള ഒരാളെ കൊണ്ട് അത് വിളിച്ച് പറഞ്ഞ് കേക്ക് സ്റ്റുഡിയോ പോയിട്ട് അത് വാങ്ങിച്ച് പിന്നെ അവളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ച് ഞാൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊന്നും നീനുട്ടിക്ക് അറിയില്ല കേട്ടോ, മോളൂനെ അറിയുള്ളൂ. അപ്പോൾ മോളൂനോട് ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഞങ്ങൾ വന്നപ്പോൾ ആകെ കറണ്ട് ഇല്ലാതെ വരിക പോവുക. പിന്നെ അപ്പം തന്നെ മോളൂൻ്റെ ഹസ്ബൻഡും വന്നു. അങ്ങനെ ഒരു പോയി കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു സമയത്തില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ രാത്രി 12 മണിക്കാണ് നമ്മൾ എത്തും. ആ ടൈമിൽ നമുക്കിപ്പോൾ നമ്മളെ അയൽവാസികളായാലും നമുക്കൊരു വീട്ടിൽ പോയിട്ട് മുട്ടി വിളിച്ച് ഫ്രിഡ്ജിൽ നിന്ന് കേക്കൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്ന് നാളെ കട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ. ശരിക്കും ഇന്നലെ ഐറൂസ് തന്നെ ഉള്ളപ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യാനായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പോൾ സമയം ആ ഒരു 2 ഘട്ടം സമയമായതുകൊണ്ട് ഞാൻ പിന്നെ 11:45, 12 കറണ്ടാണെങ്കിൽ വരിക പോവുക ഒരു ഭയങ്കര ബുദ്ധിമുട്ടിക്കലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഓളോട് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ നീനുട്ടിക്ക് ഭയങ്കര എന്തോ ഒരു എന്താ പറയുക, കേക്ക് കട്ടിങ് ഇല്ലേ. സത്യം പറഞ്ഞാൽ ഓൾക്ക് ബർത്ത്ഡേൻ്റെ അന്ന് നമ്മൾ എന്തായാലും ഒന്ന് കേക്ക് കട്ട് ചെയ്യുമല്ലോ. പക്ഷേ ഓൾ ചോദിച്ചിട്ടൊന്നുമില്ല. ഓൾക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് കണ്ടപ്പോഴാണ് ഓൾക്ക് സമാധാനമായത്. അപ്പോൾ ഏതായാലും ഓള് കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ആ ഡ്രസ്സൊക്കെ എടുത്തിട്ടപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതെന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ചിങ് ചാനലിലേക്ക് ഇടാനുള്ള വീഡിയോ ആണ് കേട്ടോ. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സാണല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പം കുറച്ച് ഒക്കെ പിന്നെ കേക്ക് കണ്ടപ്പോൾ ഓൾക്ക് ഭയങ്കര സന്തോഷമായതുകൊണ്ട് ഓള് വീഡിയോ എടുക്കാനും കാര്യത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നിന്നൊന്ന് കുറേ ഫോട്ടോസ് എടുത്തു. പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതും എടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ നീനുട്ടി എന്നൊക്കെ എഴുതി. പിന്നെ 21 വയസ്സ് അതും കാര്യങ്ങളും പിന്നെ എന്താ പറയുക ആ ഒരു മെഴുകുതിരിയും ഒക്കെ 2 തരത്തിലുള്ള മെഴുകുതിരിയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കേക്ക് സ്റ്റുഡിയോ ഒന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും Happy birthday to you. Happy birthday to you. Happy birthday dear Neenu. Happy birthday to you. Hey, you look like a monkey.
ചൂടുണ്ട് ചെറിയ ഒന്നാ മഞ്ഞ് ചെയ്തതാണ് രസം നടാം. സത്യം പറയല്ലോ നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു പ്രത്യേകം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി കേക്കാണ് എന്ന് പറഞ്ഞിട്ട് കേക്ക് സ്റ്റുഡിയോക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. റെഡ് വെൽവെറ്റിൻ്റെ കേക്കായിരുന്നു. നമ്മൾ വിചാരിച്ച മോഡലും കാര്യങ്ങളൊക്കെ ഓല് ഉണ്ടാക്കി തന്നിട്ട് നീനുട്ടിക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങളൊക്കെ ഓരോ പീസൊക്കെ കഴിച്ചു കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റാണ് ഇതും ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓള് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ പോയി പോവാൻ നേരമാണ് ഓൾ ഗിഫ്റ്റ് കൊടുത്തത്. ഓക്കെ കഴിച്ചിട്ടുണ്ടല്ലോ ഓൾ ഉണ്ടാക്കിയ സാധനമാണ് അത് ചെയ്ത് നോക്കണം. ആ ഉണ്ടാക്കിയ കിറ്റ് അയച്ചാൽ അങ്ങനെ കൊണ്ടുപോയിക്കോ, അവിടെ എത്തിയിട്ട് ഫോട്ടോ എടുത്തോണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇത് മുന്നേ ഗിഫ്റ്റ് ഓൾ ഉണ്ടാക്കിയതാണ്. ആ ഒരു നൂലൊക്കെ വെച്ചിട്ട് ക്രോഷി നൂലൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. അടിപൊളി സംഭവം കേട്ടോ. ഇതുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഈ ക്രോഷി നൂലുകൊണ്ട് ഉണ്ടാക്കണം. അതിൻ്റെ ഉള്ളിൽ കുറേ മുട്ടായൊക്കെ വെച്ച് പിന്നെ ഒരു ഹാർട്ടിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നീനുവിന് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടാന്നൊക്കെ പറഞ്ഞാൽ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടി വളരെ ഹാപ്പി ആയിട്ടാണ് നീനുടി പോണത്. ഇപ്രാവശ്യം ഒക്കെ ഓള് വിചാരിച്ച പോലെ നല്ല പ്രതീക്ഷിക്കാത്ത കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളും മോതിരം കിട്ടുന്ന നോക്ക് ഓള് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് മോതിരം അതേപോലെ കൈച്ചേന് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇഷ്ടം. അത് സിമ്പിളായിട്ടുള്ള സംഭവങ്ങളാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര 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 സന്തോഷമായിട്ട് അവൾ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഇപ്രാവശ്യം അടിപൊളിയായി. ഇനിയുള്ള വർഷങ്ങളിലും ഉള്ള ബർത്ത്ഡേ അടിപൊളി ആവട്ടെ, ആയുസ്സും ആരോഗ്യത്തോടു കൂടിയും ഒരുപാട് കാലം ജീവിക്കാൻ പറ്റട്ടെ ഇതേപോലെ സന്തോഷത്തോടു കൂടി എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് നിർത്താമല്ലേ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മക്കൾ പിറന്ന ദിവസമല്ലേ, അപ്പോൾ നമ്മൾ അതൊരു സന്തോഷമുള്ള ദിവസം തന്നെയാണ് അല്ലേ.